യേശുവും നിക്കോദെമസും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. യേശു പറയുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ എളുപ്പത്തിൽ അവയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. മരത്തിൻ്റെയും ഇലകളുടെയും ഒക്കെ ചലനം കാണുമ്പോൾ കാറ്റിൻ്റെ സാന്നിധ്യം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇതുപോലെ തന്നെയാണ് ഒരുവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ഉടനെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ വ്യക്തിയിൽ വരുന്ന മാറ്റം, പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം, ഒരു പുതിയ ജനനം ആ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കും. പഴയ ജീവിതം പാടെ ഉപേക്ഷിച്ചുകൊണ്ട്, പാപജീവിതം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ജനനം ആ വ്യക്തിയിൽ കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൃത്യമായിട്ട് നമുക്ക് ആ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു ഡൊസൈലായിട്ടുള്ള ഒരു ഹൃദയത്തിന് വേണ്ടിയാണ്. അതായത് നമ്മളെ പെട്ടെന്ന് തന്നെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം. ഇവിടെ ചെറുതായിട്ട് യേശു നിക്കോദെമസിനെ ശാസിക്കുന്നുണ്ട്. കാരണം അവന് ഇസ്രായേലിൻ്റെ ഗുരുവായിരുന്നു എങ്കിലും അവൻ്റെ ബുദ്ധിയെയാണ് അവൻ കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത്. ബുദ്ധിയേക്കാൾ ഉപരിയായിട്ട്, നമ്മുടെ തന്നെ പരിശ്രമത്തേക്കാൾ ഉപരിയായിട്ട് രക്ഷയ്ക്ക് ഉപകരിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ടീച്ചബിളായിട്ടുള്ള ഒരു ഹാർട്ട്, ഒരു പെട്ടെന്ന് പഠിപ്പിക്കുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ പഠനത്തിന് വിധേയമാകുവാൻ കഴിയുന്ന ഒരു ഹൃദയമാണ്. അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. ആത്മീയ സത്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ കഠിനമായിട്ടുള്ള ഹൃദയം, അഹങ്കാരത്തോടു കൂടിയുള്ള ഹൃദയമുള്ളവർക്ക് അവരെ പഠിപ്പിക്കുവാനായിട്ട് വളരെ പ്രയാസമാണ്. ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഇവിടെ നിക്കോദെമോസിനോട് യേശു പറയുകയാണ്, ഒരു ഡൊസൈലായിട്ടുള്ള ഒരു ആത്മീയ സത്യങ്ങൾ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു എളിമ നിറഞ്ഞ ഹൃദയം സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു ആവശ്യം യേശു മുന്നോട്ട് വയ്ക്കുകയാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഏവർക്കും പാപത്തിൻ്റെ ദംശനം ഏറ്റവരാണ് നാം. ചെറിയ പാപമായാലും മാരകപാപമായാലും പാപം ചെയ്യുമ്പോൾ അത് വിഷലിപ്തമാണ്. പാപത്തിൻ്റെ വിഷം നമ്മിലേക്ക് നിറയുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് പാപത്തിൽ അടിമപ്പെട്ടപ്പോൾ അവർ പിച്ചള സർപ്പത്തെ നോക്കിയാണ് രക്ഷ പ്രാപിച്ചത്. ഇതുപോലെ യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ടാണ് നാം ഓരോരുത്തരും നാം രക്ഷ പ്രാപിക്കേണ്ടത്. നമുക്ക് ഒരു റെഡീമറിൻ്റെ, രക്ഷകൻ്റെ ആവശ്യമുണ്ട്. ആത്മാവ് നമ്മുടെ എഫേർട്ടിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് പോകാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നാവികർ പായ്ക്കപ്പൽ പായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നയിക്കുമ്പോൾ കാറ്റിൻ്റെ ദിശയനുസരിച്ച് സുഗമമായിട്ട് ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. കാരണം ആ കാറ്റിൻ്റെ ദിശയനുസരിച്ച് അവർ വഞ്ചിയെ നിയന്ത്രിക്കുന്നു, കപ്പലിനെ നിയന്ത്രിക്കുന്നു. ഇതുപോലെ ആത്മാവിൻ്റെ പ്രവർത്തനം അനുസരിച്ചാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചലിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഒത്തിരിയേറെ ആത്മീയ മുന്നേറ്റം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ആത്മാവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം.